നിഷാന എഴുതിയ ശിവരുദ്ര പാർട്ട് 1 നമുക്ക് കേൾക്കാം. ചുറ്റുമുള്ള ഭയപ്പെടുത്തുന്ന ശബ്ദവും ഇരുട്ടിനെയും വകവെക്കാതെ കയ്യിലുള്ള ബാഗ് നെഞ്ചോട് ചേർത്ത് ആ വലിയ വീടിന്റെ ഗേറ്റ് തുറന്ന് തിരിഞ്ഞു നോക്കാതെ അവൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടി. പൊളിഞ്ഞു വീഴാറായ ഒരു വീടിനടുത്തെത്തിയതും അവൾ നിന്ന് കിതപ്പോടെ ചുറ്റും നോക്കി. ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒരു രൂപം അവളുടെ മുന്നിലേക്ക് വന്നു. അത് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. സഞ്ജു! അവൾ ഓടിച്ചെന്ന് അവന്റെ മാറിലേക്ക് വീണ് കിതപ്പടക്കി. സഞ്ജു, നമുക്ക് പെട്ടെന്ന് പോകാം, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും. ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ച് അവൾ പറഞ്ഞു. അത് കേട്ട് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ അടർത്തി മാറ്റി. നമ്മൾ എങ്ങോട്ട് പോകാനാ ശിവകാമി നീ പറയുന്നത്? പുച്ഛഭാവത്തോടെയുള്ള അവന്റെ സംസാരം കേട്ട് അവൾ നെറ്റി ചുളിച്ച് അവനെ നോക്കി. സഞ്ജു, നീയല്ലേ പറഞ്ഞത് നമ്മുടെ വീട്ടുകാരെ നമ്മുടെ വിവാഹം നടത്തി തരില്ലെന്നും ഇവിടുന്ന് പോകണമെന്നുമൊക്കെ? എന്നിട്ടെന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? ചെറിയൊരു പതർച്ചയോടെ അവൾ ചോദിച്ചതും അവൻ പൊട്ടിച്ചിരിച്ചു. വിവാഹമോ? നമ്മുടെയോ? ഹഹ! എന്നാലും എന്റെ ശിവകാമി, നീ ഇത്രയും പൊട്ടിയാണോ? വർഷങ്ങളായി നമ്മുടെ രണ്ടു കുടുംബവും ശത്രുക്കളാണ്. ഒരവസരം കിട്ടുമ്പോ എങ്ങനെ പാര പണിയണമെന്നും ചിന്തിച്ച് നടക്കുന്നവർ. എന്നിട്ടും ഞാൻ നിന്റെ മുന്നിൽ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലേ? ഹഹ! കുറെ നാളായി മേലെടുത്ത തറവാട്ടുകാരെ തോൽപ്പിക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്നു. അതിനിടയിലേക്കാണ് നീ വന്നു പെട്ടത്. ഒന്ന് രണ്ട് പഞ്ചാര വാക്ക് പറഞ്ഞപ്പോഴേക്ക് നീ മൂക്കും കുത്തി വീണു. ഏതായാലും നാളെ നേരം വെളുക്കുമ്പോ നാട്ടുകാർക്കിടയിലെ വിഷയമായിരിക്കും മേലെടുത്തെ ഈ സൽപുത്രി കാമുകനെ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങിയത്. എന്നാലും എന്ത് വിശ്വസിച്ചാടി നീ ഈ പാതിരാത്രി എന്റെ അടുത്തേക്ക് വന്നത്? അവന്റെ സംസാരം കേട്ട് അവൾ തരിച്ചു നിന്നു. അവളുടെ കവളിനെ നനയിച്ച് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. സഞ്ജു, നീ എന്താ തമാശ കളിക്കാണോ? നിന്നെ ഒരാളെ വിശ്വസിച്ചല്ലേ ഞാൻ എന്റെ വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ചു വന്നത്. എന്നിട്ടിപ്പോ തമാശക്കാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ സഞ്ജു. ഒരു വിങ്ങലോടെ അവൾ അവന്റെ ഷർട്ടിൽ പിടിമുറുക്കി പറഞ്ഞതും അവൻ അവളുടെ കൈ ബലമായി പിടിച്ചുമാറ്റി. 20 വർഷം പോറ്റി വളർത്തിയ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്ന നിന്നെ എന്ത് വിശ്വസിച്ചാ ഞാൻ കൂടെ കൂട്ടേണ്ടത്? പുച്ഛത്തോടെ അവൻ ചോദിച്ചതും അവൾ നിറ കണ്ണുകളോടെ അവനെ ഒന്ന് നോക്കി. നിനക്ക് എല്ലാം അറിയുന്നതല്ലേ സഞ്ജു, എന്നിട്ടും നീ? അവൾ മുഖം പൊത്തി കരഞ്ഞ് നിലത്തേക്കിരുന്നു. ഒരു നിമിഷം അവൻ അവളെ വേദനയോടെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എന്നോട് ക്ഷമിക്കൂ ആമി. എന്റെ മുന്നിൽ നിന്നെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കിയതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് കണ്ണു തുടച്ചു. എനിക്ക് നേരത്തെ പറഞ്ഞതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ തിരിച്ചുപോയാൽ നിനക്ക് ആരെങ്കിലും എഴുന്നേൽക്കുന്നതിന് മുമ്പ് വീട്ടിൽ കയറിപ്പറ്റാം. ഗുഡ് ബൈ. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അത്രയും പറഞ്ഞ് അവൻ നടന്നകന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഇരുട്ടിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് നിലത്തിരുന്ന ബാഗും കയ്യിലെടുത്ത് വിജനമായ വഴിയിലൂടെ സ്വയം പഴിച്ചു നടന്നു. മരണം ഇനി ആ ഒരു വഴിയെ തന്റെ മുൻപിലുള്ളൂ. ഇപ്പോ വീട്ടിലുള്ളവരൊക്കെ താൻ അവിടെ ഇല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടാകും. അവരെ എന്നെ അന്വേഷിച്ച് എത്തുന്നതിന് മുമ്പ് ഈ നശിച്ച ജീവിതം അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ആദ്യത്തേതിനേക്കാൾ നരകമായിരിക്കും പിന്നീടുള്ള തന്റെ ജീവിതം. വേദനയോടെ അവൾ ഓർത്തു. എന്നാൽ അവൾ അറിയാതെ മറ്റൊരാൾ അവളുടെ തൊട്ടുപിറകിലുണ്ടായിരുന്നു. പുഴയുടെ തീരത്തെത്തിയതും അവൾ നടത്തം നിർത്തി കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് നോക്കി നിന്നു. ഈ 20 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും സ്നേഹമെന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാവും സഞ്ജുവിന്റെ അഭിനയത്തിന് മുമ്പിൽ വീണുപോയത്. വേദനയോടെ അവൾ ഓർത്തു. കണ്ണു തുടച്ച് അവൾ പുഴയിലേക്ക് എടുത്തു ചാടി. ആഴങ്ങളിലേക്ക് ഊർന്നു പോയപ്പോഴും അവളെ തൊട്ട് വേദനിക്കുന്ന ഒരു മുഖവും അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞില്ല. ശ്വാസം നിലച്ച് കണ്ണടഞ്ഞു പോയപ്പോൾ തന്റെ നേരെ നീന്തിയടുക്കുന്ന ഒരു കറുത്ത രൂപത്തെ നിലാവെളിച്ചത്തിൽ അവൾ കണ്ടിരുന്നു. തല വെട്ടിപ്പൊളിയുന്നതുപോലെ തോന്നിയപ്പോഴാണ് അവൾ
എണീറ്റത്. തലയിൽ കൈവച്ച് അവൾ കുറച്ചു സമയം ഇരുന്നു. പെട്ടെന്ന് രാത്രിയിലെ കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വന്നതും ഞെട്ടലോടെ അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റും നോക്കി. ഏതോ ഒരു വലിയ മുറിയിലാണിപ്പോൾ. പക്ഷേ എങ്ങനെ, ഇവിടെ? ആലോചനയോടെ അവൾ ബെഡിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം അവൾ അറിയുന്നത്. തന്റെ ദേഹത്ത് തുടവരെ കഷ്ടിച്ചു മറിയുന്ന ഒരു ഷർട്ട് മാത്രമാണുള്ളത്. ഇതെങ്ങനെ? പേടിയോടെ അവൾ പുതപ്പുകൊണ്ട് ദേഹം പൊതിഞ്ഞു പിടിച്ച് പകപ്പോടെ ചുറ്റും നോക്കി. പേടി കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരായിരിക്കും തന്നെ ഇന്നലെ രക്ഷിച്ചത്? എന്താ ഇന്നലെ രാത്രി സംഭവിച്ചത്? കാലുകൾക്കിടയിൽ മുഖമൊളിപ്പിച്ച് അവൾ കരഞ്ഞു. ഷർട്ടിൽ നിന്നും വരുന്ന പെർഫ്യൂമിന്റെ സ്മെല്ലിനോട് അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി. ഇനിയും നിനക്കെന്നെ വേദനിപ്പിച്ചത് മതിയായില്ലേ ഈശ്വര? വേദനയോടെ അവൾ ഓർത്തു. കുറച്ചു സമയം അവൾ അങ്ങനെയിരുന്നു. അപ്പോഴാണ് കട്ടിലിന്റെ ഓരത്തായി വെച്ചിരുന്ന ഒരു പൊതി അവൾ ശ്രദ്ധിക്കുന്നത്. ഒരു സംശയത്തോടെ അവൾ ആ പൊതി തുറന്നു നോക്കി. പച്ചയും മഞ്ഞയും കളറിലുള്ള ഒരു ധാവണിയായിരുന്നു അതിൽ. അവൾ പെട്ടെന്ന് തന്നെ ധാവണി കയ്യിലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. മുറിയുടെ പകുതി വലിപ്പമുണ്ട് ആ വാഷ്റൂമിന്. അവൾ ചുറ്റുമൊന്ന് നോക്കി. ബേസിൽ നിന്നും മുഖം കഴുകി തിരിഞ്ഞപ്പോഴാണ് അവിടെയുള്ള മിററിലേക്ക് കണ്ണുപോയത്. ഞെട്ടലോടെ അവൾ മിററിന് മുമ്പിൽ നിന്നു. സിന്ദൂരരേഖയിൽ പടർന്നു കിടക്കുന്ന സിന്ദൂരത്തിലേക്ക് അവൾ പകപ്പോടെ നോക്കി. ഇതെങ്ങനെ സംഭവിച്ചു? പിന്നെ എന്തോ ഓർത്തുപോലെ ഷർട്ടിന്റെ മുകളിലെ ബട്ടൺ അഴിച്ചു മാറ്റിയപ്പോൾ കണ്ടു നെഞ്ചോട് പറ്റിക്കിടക്കുന്ന ആലിലെ താലി. അപ്പോ തന്റെ വിവാഹം കഴിഞ്ഞോ? പക്ഷേ എങ്ങനെ? ഇന്നലെ രാത്രി പുഴയിലേക്ക് ചാടിയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും ഓർക്കുന്നില്ല. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് തന്റെ ജീവിതത്തിൽ നടന്നത്? ഇനിയൊരു പക്ഷേ സഞ്ജു ആയിരിക്കുമോ ഇതിന് പിറകിൽ? ഇന്നലെ അവൻ പറഞ്ഞതെല്ലാം തന്നെ പറ്റിക്കാനായിരുന്നോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ആലോചനയോടെ അവൾ പെട്ടെന്ന് കുളിച്ച് ധാവണിയും ഉടുത്തിറങ്ങി. തന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടാൻ വേണ്ടി അവൾ പെട്ടെന്ന് തന്നെ ആ മുറിയിലെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങാൻ തുനിഞ്ഞതും ആരോ അകത്തേക്ക് കയറിയതും ഒന്നിച്ചായിരുന്നു. പിറകിലേക്ക് വേച്ചുപോയ അവളെ വീഴാതെ രണ്ട് കൈകൾ പിടിച്ചു വെച്ചു. മുഖമുയർത്തി നോക്കിയപ്പോ കണ്ടു അവളെ തന്നെ നോക്കുന്ന കാപ്പിക്കണ്ണുകൾ. അയാൾ അവളെ നേരെ കിടത്തി. മുഖത്തേക്ക് വീണ് കിടക്കുന്ന ചെമ്പൻ കളർ മുടി കൈകൊണ്ടൊതുക്കി വെച്ച് ഡ്രീം ചെയ്ത താടി ഒന്ന് തടവി അവളെ നോക്കി ചിരിച്ചു. എന്താ ഭാര്യയെ ഇങ്ങനെ നോക്കുന്നത്? ചിരിയോടെയുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ തറഞ്ഞു നിന്നു. ഭാര്യ? ചെറിയ ഒരു വിറയലോടെ അവൾ ചോദിച്ചപ്പോൾ കഴുത്തിലെ താലിയിലേക്ക് അവളുടെ കൈകൾ നീണ്ടു. എന്താ ശിവ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? ഒന്നും അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ലല്ലോ അല്ലേ? അവളുടെ അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി ഇല്ല എന്ന് പറഞ്ഞു. എങ്ങനെ ക്ലിയർ ആവാനാ? നമ്മുടെ വിവാഹ സമയത്ത് ഒട്ടും ബോധമില്ലായിരുന്നില്ലല്ലോ നിനക്ക്. ചെറു ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ അവനെ നോക്കി. പതിയെ അവന്റെ മുഖത്തുള്ള ചിരിമാനെ ആ മുഖത്ത് ക്രോധം നിറഞ്ഞു. കണ്ണുകൾ ചുവന്നു തൊടുത്തു. അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തെ അവൾ പേടിയോടെ നോക്കി നിന്നു. പെട്ടെന്ന് അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളി. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വേദന കൊണ്ട് അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് അവന്റെ കൈ തട്ടിമാറ്റാൻ നോക്കി. എങ്കിലും കഴിഞ്ഞില്ല. വേദനിക്കുന്നുണ്ടല്ലേ? ഇതിനേക്കാൾ ഇരട്ടി വേദന എന്റെ അച്ഛനും അമ്മയും അനുഭവിച്ചിട്ടുണ്ട്. ആ കാറിനുള്ളിൽ ഞെരിഞ്ഞമർന്നപ്പോൾ ദേഷ്യത്തോടെ പറഞ്ഞ് അവളിൽ നിന്ന് കൈയെടുത്ത് അവൻ തിരിഞ്ഞു നിന്നതും അവൾ ആശ്വാസത്തോടെയും സംശയത്തോടെയും അവനെ നോക്കി. അവൻ ദേഷ്യത്തോടെ ആ മുറിയെ മുഴുവൻ സാധനങ്ങളും തകർത്തു. എന്നിട്ടും ദേഷ്യമടങ്ങാതെ അവന്റെ തലമുടിയിലൂടെ വിരൽ കോർത്തു വലിച്ചു. അവന്റെ ഓരോ ഭാവവും കണ്ട് അവൾ ആലില പോലെ വിറച്ചു. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഒന്നും അറിയില്ല. വിറയലോടെ അവൾ പറഞ്ഞതും അവൻ പാഞ്ഞു വന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ച് ബെഡിൽ നിന്ന് എണീപ്പിച്ചു. വേദന സഹിക്കാൻ കഴിയാതെ അവൾ അവന്റെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി. എന്നാൽ അവന്റെ ചുവന്നു തൊടുത്ത മുഖവും കണ്ണുകളും കണ്ട് പേടിയോടെ അവൾ കണ്ണുകൾ ഇറുകിയടച്ചു.
പേടിച്ചരണ്ട, നിന്റെ മുഖം എനിക്കൊരു ലഹരിയാണ്, ഒരിക്കലും കൊതി തീരാത്ത ലഹരി. അവളുടെ മുഖത്തെ ഭയം ആസ്വദിച്ച് അവൻ പറഞ്ഞതും അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി. എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? വേദന കടിച്ചുപിടിച്ച് വിക്കലോടെ അവൾ ചോദിച്ചതും അവളിലെ പിടിവിട്ട് പിറകിലേക്ക് തള്ളിമാറ്റി ദേഷ്യത്തോടെ അവൻ അവളെ ഉറ്റുനോക്കി. നിന്റെ അച്ഛനു വേണ്ടി. അയാൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നീയായിരിക്കും. അതാണ് അയാൾക്ക് ഞാൻ വിധിച്ച ശിക്ഷ. നിന്നിലൂടെ അയാൾ വേദനിക്കണം. മകളെ, മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന അയാളെ ഞാൻ നിന്നിലൂടെ ശിക്ഷിക്കും. അതിനുവേണ്ടിയാ മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ നിന്നെ ഞാൻ രക്ഷിച്ചത്. അവന്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ ഒന്നും മിണ്ടാതെ അവൾ കേട്ടിരുന്നു. കാരണം അവൾക്കറിയാം തന്റെ അച്ഛന്റെ ക്രൂരതകൾ. കുഞ്ഞുനാൾ മുതലേ താനും അത് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ പുറമേക്ക് അയാൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന നല്ലൊരു അച്ഛനായിരുന്നു. മിസ്സിസ് രുദ്രദേവ്, അപ്പോ എങ്ങനെ, തയ്യാറല്ലേ അച്ഛന്റെ തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്യാൻ? ഒരു പുച്ഛത്തോടെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. തോരാത്ത കണ്ണീരുമായി അവൾ തളർച്ചയോടെ ബെഡിലേക്കിരുന്നു. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടലോടെ അവൾ ബെഡിൽ നിന്നും ചാടി എണീറ്റു. വാതിൽ തുറന്ന് തന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ട്രേയുമായി വരുന്നത് കണ്ട് ഒരു സംശയത്തോടെ അവൾ അവരെ നോക്കി. നേരം വെളുത്ത് ഈ സമയം വരെ മോളൊന്നും കഴിച്ചില്ലല്ലോ, വാ വന്ന് ചോറ് കഴിക്കാൻ നോക്ക്. ചെറിയ പുഞ്ചിരിയോടെ അവർ ഒരു പ്ലേറ്റ് ചോറ് അവളുടെ കയ്യിലേക്ക് കൊടുത്ത് കഴിക്കാൻ മടിച്ചു നിൽക്കുന്ന അവളെ നിർബന്ധിപ്പിച്ച് അവർ കഴിപ്പിച്ചു. രണ്ട് കവിളിനും നല്ല വേദനയുണ്ടായിരുന്നു. എങ്കിലും വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് സാവധാനം മുഴുവനും കഴിച്ചു. അവൾ കഴിക്കുമ്പോഴേക്ക് ആ സ്ത്രീ മുറി മുഴുവൻ വൃത്തിയാക്കി. എന്റെ പേര് ലക്ഷ്മി എന്നാ, മോളെന്നെ ലക്ഷ്മിയമ്മ എന്ന് വിളിച്ചോളൂ. ദേവൻകുഞ്ഞെ അങ്ങനെയാ വിളിക്കുക. ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. അവൾ കഴിച്ച പ്ലേറ്റുമായി പോകുമ്പോൾ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ അവർ പറഞ്ഞു. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒന്ന് മയങ്ങിയതായിരുന്നു. എന്തൊക്കെയോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. ചുറ്റും ഇരുട്ട് പടർന്നിട്ടുണ്ട്. ഈശ്വര, ഇത്ര പെട്ടെന്ന് രാത്രിയായോ? അവൾ കൊട്ടിപ്പിടഞ്ഞ് എണീറ്റു. എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. മുറിക്ക് പുറത്തു നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അവൾ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇവിടെ വന്നതിൽ പിന്നെ ഇപ്പോഴാണ് ഒന്ന് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഹാളിലെ അരണ്ട വെളിച്ചത്തിൽ വേച്ച് തട്ടിത്തടഞ്ഞു പോകുന്ന ആളെ കണ്ട് അവൾ അവിടെ തന്നെ നിന്നു. ആ പോക്ക് കണ്ടാലറിയാം നന്നായി കുടിച്ചിട്ടുണ്ടെന്ന്. സ്റ്റെയർ കയറുന്നതിനിടയിൽ വീഴാൻ പോയ അവനെ അവൾ ഓടിച്ചെന്ന് പിടിച്ചു. രൂക്ഷമായ നോട്ടമായിരുന്നു തിരിച്ചു കിട്ടിയത്. ചുവന്ന കണ്ണുകൾ വെച്ചുള്ള ആ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് കൈകൾ പിൻവലിച്ചു. അവളെ വകവെക്കാതെ അവൻ വേച്ച് വേച്ച് മുറിയിലേക്ക് പോകുന്നത് വേദനയോടെ അവൾ നോക്കി നിന്നു. ഒന്ന് നിശ്വസിച്ച് തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോഴാണ് സാരിത്തലപ്പ് കൊണ്ട് കണ്ണു തുടക്കുന്ന ലക്ഷ്മിയമ്മയെ കണ്ടത്. ദേവൻകുഞ്ഞെ, ഇങ്ങനെയൊന്നുമല്ലായിരുന്നു 2 വർഷം മുമ്പ് വരെ. മദ്യം കൈകൊണ്ട് തൊടുക പോലുമില്ലായിരുന്നു. ഇപ്പൊ കുടിക്കുന്നത് തന്നെ മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയാണ്. വേദനയോടെ അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും എന്തുപറ്റി? എന്റെ അച്ഛൻ എന്ത് ദ്രോഹമാണ് ഈ കുടുംബത്തോട് ചെയ്തത്? ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യവുമായി ഞാൻ എന്റെ മുറിയിലേക്ക് നടന്നു.